കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്ത് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു. മൂവാറ്റുപുഴയിൽ അതാണ് നാം കണ്ടത്. അവർക്കവിടെ നമാസ് നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ കലാലയം എന്നാണ് പൊതുവെ ഈ ക്യാമ്പസുകൾ വിളിക്കാറുള്ളത്. എന്താണ് കലാലയം? കലാലയം എന്ന് പറഞ്ഞാൽ എല്ലാ കലകളുടെയും ആലയമാണ്. അവിടെ പാട്ട് പാടേണ്ടവർക്ക് പാട്ട് പാടാം, ഡാൻസ് ചെയ്യേണ്ടവർക്ക് ഡാൻസ് ചെയ്യാം, കവിത എഴുതേണ്ടവർക്ക് കവിത എഴുതാം, പ്രസംഗിക്കേണ്ടവർക്ക് പ്രസംഗിക്കാം, ഇനി അഭിനയിക്കേണ്ടവർക്ക് അഭിനയിക്കാം. അങ്ങനെ എല്ലാ കലകളുടെയും ഒരു സംഗമസ്ഥാനമാണ്, ഒരു ആലയമാണ് ഒരു കലാലയം എന്ന് പറയുന്നത്. അതായത് നിസ്കാരം എന്ന് പറയുന്നത് ദൈവത്തിന് ഒരു സ്തുതി ചൊല്ലലാണ്, അല്ലെങ്കിൽ ദൈവത്തെ ഓർക്കലാണ്. നമ്മളിലേക്ക് തന്നെയുള്ളൊരു നോട്ടമാണ് ഈ നിസ്കാരം എന്ന് പറയുന്നത്. മുസ്ലിമിന്റെ പ്രാർത്ഥനയാകട്ടെ, ഹിന്ദുവിന്റെ പ്രാർത്ഥനയാകട്ടെ, ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥനയാകട്ടെ, ഈ മതങ്ങളിലൊന്നും വിശ്വാസമില്ലാത്തവർ ഡിങ്കനെ പ്രാർത്ഥിക്കാറുണ്ട്. ഡിങ്കനാണ് ദൈവം എന്ന് പറയാറുണ്ട്.